മിന്നൽ ബാബുവിന്റെ അടുത്താണ് അവന്റെയൊക്കെ കളി. അയ്യോ, ഒരു കൈയില്ലാത്തവനാണേ, എന്തെങ്കിലും തരണേ. കണ്ടില്ല. അവൻ പള്ളിക്കകത്ത് തന്നെ കാണും. എപ്പോഴെങ്കിലും പുറത്തിറങ്ങാതിരിക്കില്ലല്ലോ. ഇവിടെ ഇരുന്ന് ലാവിഷായിട്ട് തണ്ട. അയ്യോ, ഈ അഗതിക്ക് വല്ലോം തരണേ. എന്താണ് ഇത് കാണാനാണോ വെച്ചിരിക്കുന്നത്? എന്താ ഇത് കാണാനാണോ വെച്ചിരിക്കുന്നത്? ഞാൻ ഡിവൈഎസ്പിയാണ്. എന്നെ ഐഡിയാക്കാൻ കാണാം. ഭ്രാന്തന്മാരെ ഇറങ്ങുക. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് കീഴടങ്ങുന്നതാണ് നല്ലത്. പക്ഷെ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടോടെ കളി കാര്യമായില്ലേ ഫാദർ? ഈ കുട്ടിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. കെട്ടുകഥകളിൽ പോലും കേട്ടിട്ടില്ല ഇത്തരം അവിചാരിതമായ പരീക്ഷണങ്ങൾ. ദാസൻ അറിയാമോ, ശോഭയുടെ ചേട്ടൻ വേണുവിനെയും പോലീസ് തിരയുകയാണ്. ശോഭയുടെ ചേട്ടനോ? എപ്പോ? എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദൻ ഫിക്ഷൻ. ഈ കുട്ടിക്ക് പ്രിയപ്പെട്ടവരായി രണ്ടുപേർ, രണ്ട് സാഹചര്യങ്ങളിൽ ഒരേ തരത്തിലുള്ള കുറ്റം ചെയ്തവരായി കരുതപ്പെടുക എത്ര വിചിത്രമായിരിക്കുന്നു എന്ന് നോക്കൂ. ദാസൻ അവിടെ നിൽക്കൂ. അത് ചിലപ്പോ പോലീസാണെങ്കിൽ? ആണെങ്കിൽ പിടികൊടുക്കണം. ദാസേട്ടൻ രക്ഷപ്പെട്ടോട്ടെ ഫാദർ. ഒളിച്ചോട്ടം ഒന്നിനൊരു പരിഹാരമാർഗമല്ല കുഞ്ഞെ. എന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണോ ഫാദർ? സത്യം പരാജയപ്പെട്ട ചരിത്രമില്ലെന്ന് നീ മനസ്സിലാക്കൂ. ഫാദറാണ് എനിക്കും എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം തന്നത്. ഫാദറിന്റെ വേണു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. മറ്റാരും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എല്ലാവർക്കും എന്റെ ജീവനാണ് വേണ്ടതെങ്കിൽ അവരെ എടുത്തോട്ട് ഫാദർ. എന്നെ പരിചയമുണ്ടോന്ന് അറിയില്ല. ടിവിയിലും പത്രത്തിലും ഒക്കെ എന്റെ പടം കണ്ടാണ്. ഉദാഹരണമായി കൊന്നത് ഞാനാണ്. നമ്മൾ രണ്ട് കൊലപാതകങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ നമുക്കിവിടെ പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. ദാസൻ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഓടി ഓടി തളർന്നു. വരൂ. ഫാദർ, കുറച്ചു നാളായി ഞാനിവനെ നോക്കി നടക്കുന്നു. സാർ, ഞാൻ നിരപരാധിയാണ് സാർ.